ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വചനം വായിച്ച് നോക്കിയാലോ. നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-22 വാക്യങ്ങളാണ്. എന്ന് നമുക്ക് നോക്കാം. ചെറുപ്പത്തിൽ സ്വയം കാര്യങ്ങൾ നിർവഹിക്കുകയും പ്രായമാകുമ്പോൾ മറ്റുള്ളവരെല്ലാം ചെയ്തു തരികയും ചെയ്യുക എന്നതല്ലേ സാധാരണ ജീവിതത്തിൻ്റെ രീതി. ചെറുപ്പത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നു, എന്നാൽ പ്രായമാകുമ്പോൾ നാം സ്വയം ചെയ്യുന്നു. പക്ഷേ ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ജീവിതമല്ല, മറിച്ച് ആത്മീയ ജീവിതമാണ്. അതിന് പക്വത ഏറുന്തോറും ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റൊരാൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. അർഹിക്കാത്തത് നൽകപ്പെടുമ്പോഴും അർഹതപ്പെട്ടത് അവകാശപ്പെട്ടതും നിഷേധിക്കപ്പെടുമ്പോഴും നാം തിരിച്ചറിയണം മറ്റൊരുവൻ നമ്മുടെ അരമുറുക്കുകയും ആഗ്രഹിക്കാത്തിടത്തേക്ക് നമ്മെ നയിക്കുകയും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. വേദനകളെയും സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള എളിമയും സ്നേഹവും ഞങ്ങൾക്ക് നൽകിയാലും. ആമേൻ. വചനമനുസരിച്ച് ജീവിക്കുക. ഓക്കെ, താങ്ക് യു.